നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുത്തൻ താരോദയമാണ് അണ്ണാമലൈ എന്ന് നമുക്കറിയാം. ബി.ജെ.പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാണ് അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ വളർച്ചയിൽ വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നേടാനായിട്ടില്ല എങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു വർധനവ് ബി.ജെ.പി വരുത്തിയിട്ടുണ്ട്. എന്നു മാത്രമല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ ദേശീയ രാഷ്ട്രീയത്തിന് വലിയ അളവ് വരെ സ്വീകാര്യത ഉണ്ടാക്കിക്കൊടുത്ത നേതാവ് കൂടിയാണ് അണ്ണാമലൈ ഒരു റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനാണ്. റിട്ടയർഡ് അല്ല, അദ്ദേഹം IPS പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നയാളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളിൽ ആകൃഷ്ടനായി അദ്ദേഹം ബി.ജെ.പിയിലേക്കും രാഷ്ട്രീയത്തിലേക്കും വന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി വലിയ ഒരു ഉത്സാഹം തമിഴ്നാട് ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്തായി വിദേശത്ത് ഉപരിപഠനത്തിനായി പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഇല്ലാതിരുന്ന കുറച്ച് ദിവസങ്ങൾ തീർച്ചയായും അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ശ്രദ്ധിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴതാ അദ്ദേഹം വീണ്ടും തമിഴക രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാലുവാവുകയാണ്. അവിടെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ക്രൂരമായ ബലാത്സംഗം, ആ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള DMK-യുമായി അടുത്ത ബന്ധമുള്ള ആ പ്രതിയെ സംരക്ഷിക്കാനുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നു സർക്കാർ. ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് അദ്ദേഹം പുതുവത്സര ദിനത്തിൽ മാതാ അമൃതാനന്ദമയിയെ സന്ദർശിച്ചിരിക്കുന്നു. മാതാ അമൃതാനന്ദമയിയുടെ സ്നേഹം കൊണ്ടുള്ള ഒരു ആലിംഗനം ഒരുപക്ഷെ അതുമാത്രമായിരിക്കും നമ്മുടെ ആവശ്യമെന്ന് അദ്ദേഹം ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. അതായത് സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ കാരുണ്യം കൊണ്ടും ലോകത്തെ കീഴടക്കിയ അമൃതാനന്ദമയിയെ നമിക്കുന്നു എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അമ്മയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളും അദ്ദേഹം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഈ പുതുവത്സരം അണ്ണാമലൈ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ തുടങ്ങിയിരിക്കുന്നത് മാതാ അമൃതാനന്ദമയിയുടെ അടുത്തു നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ചിത്രങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിയുകയും ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.